പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇതിനിടയിൽ ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് അടച്ചതോടെ ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിലിൻ്റെ വരവ് നിലച്ചു. ഇത് കൂടുതൽ ബാധിക്കുന്നത് ഗ്യാസിനെയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന ക്രൂഡ് ഓയിലിൻ്റെ 50% ഹോർമൂസ് കടൽപ്പാതയിലൂടെയാണ്. എന്നാൽ LIG ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ 55% മുതൽ 65%വും LPG അതായത് ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ 80 മുതൽ 85%വും ഈ കടലിടുക്കിലൂടെയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ ആഘാതം ഇന്ത്യയെ ഇപ്പോൾ നേരിട്ട് ബാധിച്ചു തുടങ്ങുന്നത്. 140 കോടി ജനത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തുന്നതിൻ്റെ തുടക്കമാണിത് എന്നാണ് സൂചനകൾ നൽകുന്നത്. ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ എണ്ണയിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് വൻ തിരിച്ചടിയാകും. ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം വന്നാൽ അത് രാജ്യത്തിൻ്റെ ജനജീവിതത്തെ തന്നെ ബാധിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ എന്തു ചെയ്യുമെന്നാണ് ഇപ്പോൾ രാജ്യം ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഗ്യാസിന് പ്രശ്നം നേരിട്ടിട്ടില്ല എന്ന് സർക്കാർ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് 60 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ ബ്ലൂംബെർഗിൻ്റെ മാർച്ച് 4 പുറത്തുവിട്ട വാർത്ത ശ്രദ്ധേയമാണ്. ഇറാൻ ആക്രമണം നീണ്ടുനിന്നാൽ ഇന്ത്യയിലെ കുടുംബങ്ങൾ വലിയ ഇന്ധന പ്രതിസന്ധി നേരിടേണ്ടി വരും എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. തീവ്രമായ പാചകവാതക പ്രതിസന്ധിയാണ് ഇന്ത്യൻ കുടുംബങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആവശ്യമായ 90% LPG വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യം വിരളമാണ്. ഗവൺമെൻറ് പറയുന്നത് പരമാവധി 30 ദിവസത്തേക്ക് LPG സ്റ്റോക്ക് മാത്രമാണ് ഉള്ളതെന്നാണ്. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന എണ്ണയുടെ വരവിന് മാറ്റം വന്നില്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഇനിയും കടുപ്പിക്കേണ്ടി വരും എന്നതാണ് വെളിവാകുന്നത്. ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു കഴിഞ്ഞു. CNBC TV 18 പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം ഗുജറാത്തിൽ ദിനം പ്രതി ഇൻഡസ്ട്രിയൽ വ്യാവസായിക കസ്റ്റമേഴ്സിന് നൽകുന്ന ഗ്യാസ് അളവ് 50% കുറവ് വരുത്തി എന്നുള്ളതാണ്. മാർച്ച് 6 മുതൽ മാർച്ച് 31 വരെ ഏർപ്പെടുത്തിയതാണ് ഈ നിയന്ത്രണം. ഈ കാലയളവിൽ ഉപഭോഗം നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഉപഭോഗം മൊത്തമുള്ള അളവിനേക്കാൾ കൂടിയാൽ ഗ്യാസ് സപ്ലൈ ഉടനടി കട്ട് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ക്രൂഡ് ഓയിലും മറ്റ് പ്രധാന ഇന്ധനങ്ങളും ആവശ്യത്തിന് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. ആയതിനാൽ ഇക്കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്ന്. ഗവൺമെൻറ് ഇങ്ങനെ പറയുമ്പോൾ പോലും ഗുജറാത്തിൽ അടക്കം നിയന്ത്രണം വന്നത് ആശങ്കാജനകം തന്നെയാണ്. മോദി സർക്കാർ പറയുന്നതും വസ്തുതയും തമ്മിൽ അന്തരം നിലനിൽക്കുന്നു എന്നതാണ് വാസ്തവം. ഗ്യാസിൻ്റെ വിലയിൽ 50% വർധനവ് ഉണ്ടായിരിക്കുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ 35% വരെ വർധനവാണ് വന്നിരിക്കുന്നത്. ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം മാറ്റങ്ങൾ അത് വളരെ രാജ്യത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. വെസ്റ്റ് ടെക്സാസ് ക്രൂസിൻ്റെ വില 65 രൂപയോളം ആയിരുന്നത് 90 രൂപയിൽ വരെ എത്തിയിരിക്കുകയാണ്. അതാണിപ്പോൾ ഏതാണ്ട് 50% വർധനവായി കണക്കാക്കുന്നത്. ഈ നിർണായക പ്രതിസന്ധിയിൽ ഗ്യാസിൻ്റെ അപര്യാപ്തത എങ്ങനെ മറികടക്കുമെന്നതിൽ മോദി പറഞ്ഞ വലിയ അറിവ് ഇപ്പോൾ വൈറലാവുകയാണ്. യൂറോപ്പിൽ ഗ്യാസിന് ഷോർട്ടേജ് ഉണ്ടാവാം, എന്നാൽ ഇന്ത്യയിൽ ഒരു കുറവും ഉണ്ടാവുകയില്ലത്രേ. മോദിയുടെ പഴയ ഒരു വീഡിയോ ഇങ്ങനെയായിരുന്നു. ഞാൻ പണ്ട് ചായ കുടിക്കാൻ ഒരു ചായക്കടയിൽ പോയപ്പോൾ അവിടെ ഒരു നാറ്റം വമിക്കുന്ന ഡ്രെയിനേജ് കണ്ടു. ആ ഡ്രെയിനേജിന് മുകളിൽ ചായക്കടക്കാരൻ ഒരു പാത്രം തലകീഴായി വെച്ച് പൈപ്പിൽ ഒരു തുളയിട്ട് അതിലൂടെ ഒരു പൈപ്പിട്ട് ആ ഡ്രെയിനേജിൽ നിന്നും വരുന്ന നാറ്റ ഗ്യാസ് ഈ പൈപ്പിലൂടെ ചായക്കടക്കാരൻ്റെ സ്റ്റൗവിൽ കണക്ട് ചെയ്ത് ചായ ഉണ്ടാക്കാൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. വളരെ സിമ്പിളായ ടെക്നോളജിയാണ് എന്ന് പറഞ്ഞ മോദി അന്ന് ഒരു പൊട്ടിച്ചിരിച്ച വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ അമിത്ഷാ മുമ്പ് പറഞ്ഞതുപോലെ മോദി ഉള്ളിടത്തോളം കാലം ഗ്യാസിന് ഇന്ത്യയിൽ ഒരു കുറവും വരികയില്ലത്രേ. ഈ പരാമർശവും രാജ്യത്ത് പരിഹാസത്തിൻ്റെ ചിരി പടർത്തുകയാണ്. മോദിയുടെ ഡ്രെയിനേജ് ഗ്യാസ് ടെക്നോളജി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ കേരള ഹാൻഡിൽ എഴുതിയത് നോക്കുക. 7 വർഷങ്ങൾക്ക് മുമ്പ് മോദി ഇന്ത്യയെ ഗ്യാസിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കുന്നതിന് ഉള്ള ഒരു അതിനൂതനമായ ടെക്നിക്ക് ഇന്ത്യക്ക് മുന്നിൽ നിരത്തിയിരുന്നു. അതുവഴി ഗ്യാസിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാവാം. എന്നാൽ ആരും അദ്ദേഹത്തെ സീരിയസ് ആയി തിരിച്ചറിഞ്ഞില്ല, കളിയാക്കി ചിരിക്കുകയായിരുന്നു, ഞങ്ങളടക്കം. ഇപ്പോൾ വ്യവസായങ്ങൾക്കുള്ള LNG റേഷൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു
എന്ന് അന്ന് മോദി പറഞ്ഞിരുന്നത് കേട്ടിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഇപ്പോൾ നേരിടേണ്ടി വരില്ലായിരുന്നു. മോദി ഇത് പറഞ്ഞ ശേഷം 7 വർഷവും അദ്ദേഹം തന്നെയാണ് ഇന്ത്യ ഭരിച്ചത്. അതോർക്കണം. അതായത് മോദി മുന്നോട്ട് വെച്ച ഗ്യാസ് ടെക്നോളജി നടപ്പിൽ വരുത്താൻ കഴിയാതെ വെറും ഗ്യാസായി മോദി പോയി എന്നർത്ഥം. ഈ ചിരിക്കിടയിലും ജനം പകച്ച് എരിപിരി കൊള്ളുകയാണ്. വിലവർദ്ധനവിന് പുറമെ പാചകവാതക ബുക്കിംഗ് കടുത്ത നിയന്ത്രണവും വരികയാണിപ്പോൾ. ഒരു സിലിണ്ടർ മാത്രമുള്ളവർക്ക് അടുത്തതിന് 21 ദിവസം കഴിയണത്രേ. 2 സിലിണ്ടർ ഉള്ളവർക്ക് 30 ദിവസം. പാചകവാതക ബുക്കിങ്ങിന് നിയന്ത്രണം ഇങ്ങനെ കടുപ്പിക്കുമ്പോൾ ഒരു സിലിണ്ടർ മാത്രമുള്ളവർ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യുന്നത് കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. എന്താ അല്ലേ അച്ചാദിൽ? അതായത് അടുക്കളയിൽ കയറാൻ ഓരോ വീട്ടമ്മയും ഇനി സർക്കാരിന് നൽകേണ്ടത് 920 രൂപ. LPG ക്ഷാമം ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ LPG ഡീലേഴ്സ് പറയുന്നത് 45 ദിവസത്തേക്ക് സ്റ്റോക്ക് ഉണ്ട് എന്നാണ്. എങ്കിലും റേഷൻ ഉപയോഗമായി ഇത് നിയന്ത്രിക്കണമെന്നും അവർ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ അപായമണി മുഴങ്ങുന്നു എന്നർത്ഥം. അതുമാത്രമല്ല, യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ചരക്ക് നീക്കത്തിന് ആഘാതം സൃഷ്ടിക്കും. ഗൾഫ് നാടുകളിലേക്ക് ഇറാൻ യുദ്ധം നടത്തുന്നത് അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നത് നിർത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ്. $66 ഒരു ബാരലിന് എന്നത് ഇപ്പോൾ 84-ലും അതിൽ കൂടുതലുമൊക്കെയായി കഴിഞ്ഞു. രൂപയുടെ ചാഞ്ചാട്ടവും വിപണിയെ ബാധിച്ചിരിക്കുകയാണ്. 90 ആയിരുന്ന രൂപ ഇപ്പോൾ 93ലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ട്രേഡ് ഓവർ ചെയ്യാൻ സർക്കാർ ജനത്തിൻ്റെ കഴുത്തിൽ മുഖമേറ്റുന്ന കാഴ്ചയുമാണ്. അതേസമയം വിലവർദ്ധനവിൽ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അടുക്കളയിലാളുന്ന തീയുടെ ആഘാതം ജനത്തെ ബാധിക്കാതെ അത് നിയന്ത്രിച്ചു നിർത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യത എന്നിരിക്കെ സർക്കാർ എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർത്തിയ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെ വീണ്ടും കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിൽ ചരക്ക് നീക്കം നടക്കാത്തതിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന നാവികരടക്കമുള്ളവരുടെ കാര്യത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സർക്കാർ തുനിയാത്തതും കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നു. അമേരിക്കയുടെ യുദ്ധക്കൊതിക്കെതിരെ ശക്തമായ നിലപാട് വ്യക്തമാക്കാതെ മോദി എടുക്കുന്ന മൗനത്തെ ശക്തമായി വിമർശിച്ചു. അമേരിക്കയെ ഇത്രയും ഭയക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മോദിയെ F-15 ഫയലിൽ കുടുക്കിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് മിണ്ടാട്ടം മുട്ടിച്ചതിൻ്റെ ഫലമായി തീരുവയും എണ്ണ വാങ്ങലും അടക്കം ട്രംപിൻ്റെ നിയന്ത്രണത്തിൽ ആക്കിക്കഴിഞ്ഞു. ഇപ്പോഴും മറുത്തു പറയാതെയിരുന്ന മോദി ഇന്ത്യയെ അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചു എന്നും രാഹുൽ ആരോപിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഇന്ത്യയുടെ അടുക്കളയിൽ നിന്നും ഒരു ആഭ്യന്തര യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ രൂപം കൊള്ളുകയാണ്. വിലക്കയറ്റം വഴി അടുക്കളയിൽ നിന്നും ഉയരുന്ന മുറവിളി നാളെ മുദ്രാവാക്യങ്ങളായും മൂർത്ത പ്രതിഷേധങ്ങളായും രാജ്യത്ത് ഉയരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.